NGO അസോസിയേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് മുഹമ്മദ് ഷിയാസ് ഒരു ഭീഷണി സ്വരത്തിൽ. കോൺഗ്രസ് അനുകൂല സംഘടനാംഗങ്ങളെ ക്രൂരമായി വേട്ടയാടിയ ഒരുത്തനെയും വെറുതെ വിടരുത്. 10 വർഷം നമ്മൾ കുടിച്ച കണ്ണുനീർ 1 വർഷം കൊണ്ട് അവരെ കുടിപ്പിക്കണം. നമ്മളോടൊപ്പം നിന്ന് ആനുകൂല്യം പറ്റി അപ്പുറം പോയവരെയും നോക്കിവെച്ചോ എന്നാണ് ഷിയാസ് പ്രസംഗത്തിൽ പറഞ്ഞത്. കോൺഗ്രസ് അനുകൂല സംഘടനകളിൽപ്പെട്ട ആളുകളെ ഏതെല്ലാം രീതിയിലാണ് ഉപദ്രവിക്കാൻ സാധിക്കുക, ആ രീതിയിലെല്ലാം ഉപദ്രവിക്കുകയും അതിന് പുതിയ പരീക്ഷണങ്ങൾ കണ്ടെത്തുകയും അതിൽ മാനസികമായി ആനന്ദം കൊള്ളുകയും അത് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത എത്രയോ ഇടതുപക്ഷ യൂണിയനുകളിൽപ്പെട്ട ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരുത്തനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. അപ്പോൾ നമ്മൾ 10 കൊല്ലം കൊണ്ട് കുടിച്ച കണ്ണുനീര് 1 കൊല്ലം കൊണ്ട് അവരെ കൊണ്ട് കുടിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും ഒരാളോട് ചെയ്യാൻ പാടില്ല. മനഃപൂർവ്വം നമ്മൾ ദ്രോഹിച്ച ആളുകളുണ്ട്, നമ്മളോടൊപ്പം നിന്ന് പല ആനുകൂല്യങ്ങളും പറ്റി അപ്പുറത്ത് പോയി നമ്മൾ ദ്രോഹിച്ച ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കി വെച്ചേക്കാം. റംഷ CP ആണ് ചേരുന്ന വിശദാംശങ്ങളുമായി. റംഷ 2 ടേമിലെ ഭരണകാലത്ത്, ഇടതു ഭരണകാലത്ത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേർ ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് അനുകൂല സംഘടനകളെ ക്രൂരമായി വേട്ടയാടിയിട്ടുണ്ട് എന്നൊക്കെ തന്നെ പറയുന്നു. അവരെ വെറുതെ വിടരുത് എന്നാണ് മുഹമ്മദ് ഷിയാസ് പറയുന്നത്. ഏതായാലും അനുകൂലമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വീര്യം പകരുന്നത് തന്നെയാണ് ഈ വാക്കുകളെന്ന് തർക്കമില്ല. പക്ഷെ അതിലൊരു ഭീഷണിയുടെ സ്വരം കൂടിയുണ്ട്. കാത്തിരുന്നോളൂ എന്ന മട്ടിലുള്ള ഒരു പ്രസംഗമല്ലേ? വിനിത, തീർച്ചയായും ഒരു ഭീഷണിയുടെ സ്വരം ആ പ്രസംഗത്തിൽ ഉണ്ട് എന്നത് തന്നെയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ഈ ഭരണമാറ്റം സംഭവിച്ചത് മുതൽ പ്രതികാര നടപടികൾ വിവിധ വകുപ്പുകളിൽ തുടങ്ങി എന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് നിയുക്ത കൊച്ചി MLA-യും എറണാകുളം DCC പ്രസിഡന്റുമായ ഷിയാസ് ഇത്തരമൊരു ഭീഷണി പ്രസംഗം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരുന്നു: നമ്മളെ കണ്ണുനീർ കുടിപ്പിച്ച 10 വർഷങ്ങളാണ് കടന്നുപോയത്. അങ്ങനെ 10 വർഷങ്ങളിൽ നമ്മളെ കണ്ണുനീർ കുടിപ്പിച്ചവരെ 1.5 വർഷം കൊണ്ട് തന്നെ ഈ 10 വർഷം കൊണ്ട് നമ്മൾ കുടിച്ച കണ്ണുനീർ ഈ 1.5 വർഷം കൊണ്ട് 1 വർഷം കൊണ്ട് അവരെ കുടിപ്പിക്കണം എന്ന നിലയിലാണ് ഷിയാസിന്റെ പ്രസംഗങ്ങൾ ഉണ്ടായത്. ആവേശത്തോടു കൂടിയാണ് സദസ്സിലിരുന്ന NGO അസോസിയേഷന്റെ ആളുകൾ ഇത് കേട്ടതെങ്കിലും അതിലൊരു ഭീഷണി സ്വരമുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് അവസരങ്ങൾ പറ്റി പിന്നീട് വീണ്ടും അപ്പുറം പോയി നമ്മൾ ഉപദ്രവിച്ച ആളുകളെയൊക്കെ നോക്കിവെക്കണം എന്ന മുന്നറിയിപ്പ് കൂടി ഷിയാസ് ഈ പ്രസംഗത്തിൽ നൽകുന്നുണ്ട്. വിനീത, ശരി, റാംഷായാണ് വിശദാംശങ്ങൾ നൽകിയത്.